നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. എം മുകേഷ് MLA-യുടെ രാജിക്കായി എല്ലാ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുകയാണ്. എന്നാൽ മുകേഷ് തൽക്കാലം രാജിവെക്കേണ്ട എന്ന നിലപാടിലാണ് പാർട്ടി എന്നാണ് അറിയുന്നത്. ഈ സാഹചര്യത്തിൽ മുകേഷിൻ്റെ രാജി അനിവാര്യമോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിൽ പ്രതികരിക്കാം. എല്ലാവർക്കും സ്വാഗതം. തോമസ് എന്നൊരു പ്രേക്ഷകനാണ് നമുക്കൊപ്പം ആദ്യം ചേരുന്നത്. ശ്രീ തോമസ് ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ആലപ്പുഴയിൽ എവിടെ നിന്നാണ് തോമസ് വിളിക്കുന്നത്? ആഹാ. ഈ ശ്രീ തോമസിന് എന്ത് സാറേ, ഇത് ഇപ്പൊ നല്ലൊരു സൗകര്യം കിട്ടിയിരിക്കുന്ന മുകേഷിനെ രാജിവെക്കണം. അപ്പൊ എന്താ എന്താ ചിന്തിക്കുന്നത്? ഇദ്ദേഹം രാജിവെക്കണം, അതോ വെക്കണമോ അതോ വെക്കണ്ടേ? ഇപ്പൊ 5 ദിവസത്തേക്ക് ഫ്രീസറിൽ വെച്ചിരിക്കുക. കറണ്ട് പോകുമ്പോ ഓട്ടോമാറ്റിക് അതിനകത്ത് നിന്ന് രാജി ആയിക്കോളും. ഒന്നും ആരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. തന്നെ രാജിയിലേക്ക് നീങ്ങുമെന്നാണ് തോന്നുന്നത് അല്ലേ? തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫീസ് അതിന് കറണ്ട് പോകുമ്പോ തന്നെ അവിടെ ഇരുന്ന് ഫീസ് ആയിക്കോളും. ഒന്നും ചെയ്യേണ്ട, ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. യെസ്, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും നടിയുടെ ലൈംഗികാരോപണത്തെ തുടർന്നുള്ള വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് MLA-യുടെ രാജിക്കായുള്ള ഒരു ആവശ്യം മുറുകുന്നത്. തിരുവനന്തപുരത്തു നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മഹി എന്നാണോ പേര് പറഞ്ഞത്? ഹലോ, പേരെന്താണ് പറഞ്ഞത്? മഹി. ശ്രീ മഹി, താങ്കൾക്ക് മുകേഷിനെ പോലെ കോൺഗ്രസിന് 2 MLA-മാരുണ്ടല്ല, ഇതിനെക്കാട്ടി ചെയ്യല്ലേ? ആമാര് ഈ കോൺഗ്രസിന് മാറ്റിയിട്ടാൽ ആമാര് ജയിലിൽ ആവശ്യപ്പെട്ടു. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നിങ്ങളുടെ ശബ്ദം ക്ലിയർ ആകാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. രാജിവെക്കണം എന്നാണോ വെക്കണ്ട എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? രാജിവെക്കേണ്ട ആവശ്യമില്ല. മുകേഷ് രാജിവെക്കാൻ അങ്ങനെ അങ്ങോട്ട് പോയാലല്ലേ പിടിച്ചേ. എനിക്ക് രാജിവെക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ശിവജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവജി എവിടെ നിന്നാണ്? ശിവജി തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് അറിയാവുന്ന പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകൻ കൂടിയാണ് ശ്രീ ശിവജി. ശ്രീ ശിവജി, എങ്ങനെ താങ്കൾ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നു? ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണോ അതോ ഇത് ധാർമ്മികമായ ഒരു ആവശ്യമാണോ? ഈ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തെ പൊതുവേദിയിൽ തന്നെ മനുസാറിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഇത് മുകേഷിനെയും ഗണേഷിനെയും രക്ഷിക്കാനാണ്. അന്ന് മനുസാറ് സമ്മതിച്ചില്ല. അന്നേ അറിയാം, ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചാൽ നമുക്കറിയാം ഇദ്ദേഹം ഈ കുഴിയിൽ എന്തായാലും ചെന്ന് പെടുമെന്നുള്ളത് നമുക്ക്. അല്ല, പക്ഷേ ഇതിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, കമ്മിറ്റിക്ക് പുറത്തുള്ള ആളുകളുടെ നമുക്കൊക്കെ അറിയാമല്ലോ. ഇതിപ്പോ ഈ അടിസ്ഥാനം എന്ന് പറഞ്ഞാലും ഏത് അടിസ്ഥാനം എന്ന് പറഞ്ഞാലും സ്ത്രീകളെ ആക്ഷേപിച്ച അല്ലെങ്കിൽ സ്ത്രീകളെ ഉപയോഗിക്കാൻ ശ്രമിച്ചതാണല്ലോ ഇതിന്റെ പൊതുവായ കാര്യം. അല്ല, പക്ഷെ നമ്മൾ പറഞ്ഞത് അത് വരാതെ നമ്മൾ അതിലേക്ക് അതാണ് എന്ന് ഒരു ഊഹത്തിൽ പറയേണ്ടത്. ഇതിപ്പോ അതിന് പുറത്തുള്ള ആളുകൾ പറഞ്ഞിരിക്കുക. ഇനിയിപ്പോ അതിലുണ്ടാവും, എനിക്കറിയില്ല. ഇതിപ്പോ എന്താന്ന് ചോദിച്ചാൽ ഈ സർക്കാർ വിചാരിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് വരുന്ന അടുത്തടുത്ത ഇലക്ഷൻ വരാൻ പോവുക. അപ്പൊ ഈ സന്ദർഭത്തിൽ മുകേഷ് രാജിവെച്ചാൽ സർക്കാരിന് അത് വല്ലാത്ത ഒരു അടിയാവുന്ന പുള്ളിക്ക് അറിയാം. അതായത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് എന്തായാലും ഇങ്ങനെ രാജിവെക്കാൻ അങ്ങോട്ട് ആവശ്യപ്പെടില്ല. രഞ്ജിത്തിന്റെ നോക്കണ്ട, രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ MLA അല്ല, വേറൊരു സ്ഥാനമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് രാജിവെക്കാൻ എന്തായാലും മുഖ്യമന്ത്രി പറയില്ല. പക്ഷെ പുള്ളി രാജിവെക്കാൻ രഞ്ജിത്തിനോടും പറഞ്ഞില്ല, അദ്ദേഹം സ്വയം വെച്ചതാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണ് പുറത്തു വന്നത്. കള്ളിയില്ലാതെ ഇതിപ്പോ പാർട്ടിയുടെ സംരക്ഷണം കിട്ടും എന്ന് ഉറപ്പാക്കാനാണല്ലോ പുള്ളി കൊടിയൊക്കെ പിടിച്ചു നിന്നത്. എനിക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയമാണ്. ഇതിനിടയില് ഈ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ഈ സമയത്ത് ഈ സർക്കാർ അനധികൃത നിയമനങ്ങൾ നടത്താനും നമ്മുടെ വയനാട്ടിലെ ഫണ്ട് അടിച്ചു മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിൽ നിന്ന് അത് വളരെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അങ്ങേപ്പോലുള്ളവർ എനിക്ക് പറയാനുള്ളത്. അടിച്ചു മാറ്റും. ഈ ജനങ്ങളുടെ ശ്രദ്ധ തിരിയുന്ന സമയത്താണ് ഇവരിതൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് മുൻകാല ചരിത്രം ഓർമ്മയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്നോട്ട് പോകരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. വ്യക്തമാണ്. റഹിമ കോഴിക്കോട് നിന്നാണ് ചേരുന്നത്. റഹിമ, ഈ രാജിക്കായുള്ള സമ്മർദ്ദം ഇങ്ങനെ ശക്തമായി വരികയാണല്ലോ. ഒരു ധാർമ്മികതയുടെ പുറത്ത് രാജിവെക്കണം എന്ന ആവശ്യം ഇങ്ങനെ വരികയാണ്. അപ്പം എത്ര കാലം മുകേഷിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് ശ്രീമതി റഹിമ വിചാരിക്കുന്നത്? രാജിവെക്കൂല. കാരണം സാർ എല്ലാവർക്കും ഒരു സഹായമാണ് കൊല്ലത്ത്. അപ്പോ ആ സഹായത്തോടെയാണ് സാറ് മുന്നോട്ട് ജീവിക്കുന്നത്. അത് രാജിവെക്കൂല. രാജിവെച്ചാ പോയി, സാറിന്റെ എല്ലാ കാര്യങ്ങളും പോയി. മുന്നോട്ട് തന്നെ പോണം. MLA സാറായിട്ട് മുന്നോട്ട് തന്നെ പോണം. പക്ഷെ ഒരു അന്വേഷണം നേരിടുമ്പോൾ ഒരാൾ അധികാരത്തിലിരുന്നാൽ ആ അന്വേഷണം സത്യസന്ധമായി നടക്കുമോ? ശക്തമായിട്ട് മുന്നോട്ട് ഇരുന്ന് ശക്തമായിട്ട് അന്വേഷണം നടത്തണം. അതാണ് അതിന്റെ
ഒരു ധൈര്യം. അന്വേഷണം നടത്തിയിട്ട് അതിന് പോരാടണം. മുഖ്യമന്ത്രിയൊക്കെ പോരാടി വന്നിട്ടാണ് മുഖ്യമന്ത്രി ആയത്. കോലം കത്തിച്ച് എല്ലാം ചെയ്തിട്ട്. അപ്പൊ ശ്രീമതി റഹ്മ വിചാരിക്കുന്നത് മുകേഷ് തീർത്തും നിരപരാധിയാണ് എന്ന് ഉറച്ച കാരണം എനിക്ക് പറയാം, സിദ്ദിഖ് സാറിന്റെ കാര്യം ഇതിൽ പറയാൻ പറ്റുമോ സാറേ? സിദ്ദിഖ് അല്ല, നമ്മളിപ്പോ അന്ന് പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. പക്ഷെ കുട്ടീന്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അവരെന്ത് പ്രതികരിച്ചില്ല? ആ കുട്ടീനെ ഒറ്റക്ക് എന്ത് വിചാരിച്ച് റൂമിലേക്ക് പറഞ്ഞയച്ചു? അപ്പോ സിനിമക്കാരാണ്, അവരോടത്ത് പോകുമ്പോൾ കൂട്ടിനൊരാള് വേണം. അല്ല, അത് തന്നെ അവർ അത്ര ശരിയല്ല എന്നുള്ള ഒരു ധ്വനിയിലൂടെയല്ലേ പറയുന്നത്. സിനിമക്കാരാണ്, അപ്പൊ കൂട്ടിന് ആളില്ലാതെ പോയാൽ അവർ പിടിച്ച് പീഡിപ്പിച്ചു കളയും എന്ന് പറയുന്നത് ശരിയാണോ? കൂട്ടിന് ആളായിട്ട് പോയാല് അവർക്കൊരു ധൈര്യം ഉണ്ടാവും, ഇവർക്കൊരു ധൈര്യം ഉണ്ടാവും, കൂടെ ആളുണ്ടല്ലോ. ഏതായാലും ആളുകൾക്ക് സ്വന്തം നിലയ്ക്ക് അങ്ങനെ പോയി മറ്റൊരാളെ കാണാനൊക്കെ ഉള്ളൊരു സാഹചര്യം വരണ്ടേ നമ്മള്? അല്ലാതെ ഇപ്പോഴും പെൺകുട്ടികളാണെങ്കിൽ അവർ പേടിച്ചു പറിച്ച് എപ്പോഴും അച്ഛൻ്റെയോ സഹോദരന്റെയോ ഭർത്താവിന്റെയോ കൂടെ തന്നെ നടക്കണം എന്നില്ല. അവരെ ഒറ്റയ്ക്ക് കിട്ടിയാൽ സിനിമക്കാരെ കാണാൻ പോകുമ്പോ അവര് അച്ഛനും അമ്മയും പുറത്ത് നിർത്തരുത്, അവരെ അകത്തേക്ക് വിളിക്കണം. അല്ലാതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും പെൺകുട്ടികള്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവത്തിന് തീർച്ചയായിട്ടും നടപടി എടുക്കണം. സത്യം തെളിയട്ടെ. സത്യം തെളിഞ്ഞിട്ട് സിദ്ദിഖ് സാറിന്റെ അടുത്തേക്ക് നടപടി എടുക്കാം. എന്താണ് പെൺകുട്ടി പറയുന്നത് നോക്കട്ടെ. 2016 ചെയ്തതല്ലേ? 2016 ഈ സംഭവം നടന്നത്. എന്തായാലും ഇത് സത്യം തെളിയാതെക്കൂല. എല്ലാരും അതിനൊക്കെ രക്ഷപ്പെട്ടു പോന്നതാ. നമ്മളെ കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം ബാറിന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലായില്ല. അവര് നിരപരാധിത്വം തെളിയിച്ചു എന്നാണ് വരേണ്ടത്. അല്ല, രക്ഷപ്പെടാനല്ലോ. രക്ഷപ്പെടാനല്ല, നിരപരാധിത്വം തെളിയിച്ച അതിനൊക്കെ കഴിച്ചലായി പോയി. ഞാനൊരു പെണ്ണാണ്, പക്ഷെ ഞാനും ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ ഞാനിതിന് കൂട്ടു നിൽക്കില്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വയലാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാ വിപ്ലവ വീര്യം ഉയർന്നു പൊങ്ങുന്ന ഒരു ഇടമാണ്. ശ്രീ ശശിധരൻ, നമുക്കറിയാം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം മലയാളിക്ക് പരിചയപ്പെടുത്തിയ തോപ്പിൽ ബാസി, അതിലെ പരമപിള്ള കമ്മ്യൂണിസ്റ്റ് ആകുന്ന കഥ പറഞ്ഞ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം, അത് ഒ മാധവൻ്റെ പങ്ക് എത്ര വലുതാണ് എന്ന് നമുക്കറിയാം അന്നത്തെ. ഇന്ന് CPM ഒരു തലവേദനയാവുകയാണോ ശ്രീ മുകേഷ്? ശരി ശരി. എന്റെ ജീവിതം ഒരു സിനിമ നാടകത്തിന്റെ പേര് പോലെ ഞാൻ മാറ്റിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കി. കാരണം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ ഒരുപാട് വിശ്വസിച്ച് ചെറുപ്പകാലം മുതൽ കയർ മേഖലയിലൊക്കെ പണിയെടുത്ത് കൊടിയും പിടിച്ച് നടന്ന് ഒരുപാട് പണിയെടുത്തിട്ടുള്ള ആളാണ്. വയലാർ മരിക്കുമ്പോ പുന്നപ്ര വയലാർ സമ്മേളനം നടക്കുകയാണ്. ഞാനന്ന് അവിടെ ഉള്ള ആ സ്പോട്ടിലുണ്ട്, കൊച്ചാണ് അന്ന് അവിടെ ഉണ്ട്. അന്നേരം ഉള്ള എല്ലാ സൂര്യകിരീടവും വീണുടഞ്ഞു പോയി. അതിപ്പോ ഈ പാർട്ടിയുടെ കാര്യം എന്ത് പറയാനാണ്? ഇപ്പൊ ഞാനോ ഇനുവ ഈ ചോദിക്കണ ഇനുവ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മുഖേഷ് രാജിവെക്കാൻ പോകില്ല. കാരണം ഇവര് തനിക്കാക്കി വെടക്കാക്കി എന്ന് പറഞ്ഞ പോലെ വെടക്കാക്കി തനിക്കാക്കി എന്നാണ് പറഞ്ഞത്. അതുപോലെ ആക്കും ഇവർ. അവസാനം ഇത് കുളമാക്കിയിട്ട് അഥവാ രാജിവെച്ചാൽ രാജിവെക്കുള്ളൂ. അതെന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അവര് പറഞ്ഞ കോൺഗ്രസ്സുകാരാണ്ട് വേണ്ടാണ്ട് വീണ്ടൊക്കെ കോൺഗ്രസ് ചെയ്യണ പോലെ ചെയ്യാനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കുന്നത്? അതിനൊരു ആദർശം ഇല്ലേ? എന്ത് സ്ത്രീ ശാരീകരണമാണ് ഇവർ നടത്തുന്നത്? എന്തിനാ ഇതൊന്നും പോരാ. ഇത് മാറിക്കാൻ പറയണം. നിങ്ങൾ നിരപരാധിയാൻ തെളിയിച്ചിട്ട് വാ, എന്താ സ്ഥാനം തന്നേക്കാന്ന് പറയണം. അതാണ് അന്തസ്സായിട്ട് ചെയ്യേണ്ടത്. ഈ 5-6 ദിവസം ആലോചിച്ചിരുന്നിട്ട് ഇന്നേരം എല്ലാരും ഇറങ്ങി, എല്ലാ മഹിളകളും ഇറങ്ങി, ടീച്ചറും സൈലന്റ് ടീച്ചറും. സത്യം പറഞ്ഞ ഇവരൊക്കെ സ്ത്രീപക്ഷത്താണോ? സംശയമാണ്. ഇവരൊന്നും സ്ത്രീപക്ഷത്തല്ല. പാർട്ടി പറയണതിനെ അടിമപ്പെട്ട് നിൽക്കുന്നത്. ചങ്കൂറ്റത്തോടെ ആൻരാജ പറഞ്ഞ പോലെങ്കിലും പറയണ്ടേ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. സുഭാഷ് വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ സുഭാഷ്, ആരോപണം ഉന്നയിക്കുന്നതും രാഷ്ട്രീയ നേതാക്കൾ രാജിവെക്കുന്നതും ഒക്കെ കേരളം പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വ്യാജ ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ധാർമ്മികത ഉയർത്തിപ്പിടിക്കണോ അതോ സത്യം വരുന്നതുവരെ പുറത്തു വരുന്നതുവരെ കാത്തു നിൽക്കണോ? എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് MLA രാജിവെച്ചിട്ട് ഇവിടുത്തെ നിയമ സംഹിത നേരിടണം. പുള്ളി നിരപരാധിയാണെങ്കിൽ പുള്ളി തിരിച്ചു വരട്ടെ. എന്തിനു ഭയപ്പെടണം? നമ്മുടെ നാട്ടിൽ നിയമസംഘത്തിൽ അത് പുള്ളി നേരിടണം. അതിനുവേണ്ടി അതല്ല ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒരു സ്ഥാനത്തെ കടിച്ചതും കിടക്കുമല്ലോ വേണ്ടേ. മുകേഷ് MLA അല്ലെങ്കിൽ മറ്റാര് സിനിമാ ഫീൽഡിലും തെറ്റ് ചെയ്തിട്ടും അവർ ശിക്ഷിക്കപ്പെടണം എന്റെ അഭിപ്രായം. മുകേഷ് പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ്
ബ്ലാക്ക് അത് മെയിലിംഗുമായി തെളിയിക്കട്ടെ സാർ, അത് കാലം തെളിയിക്കുക, അല്ലെങ്കിൽ നിയമസംഗതി ഉണ്ട്, അത് തെളിയിക്കട്ടെ. എന്തിനാണ് ഇവര് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത്? നിയമം തെളിയിച്ചത് പുള്ളി വരട്ടെ അല്ലേ? അങ്ങനെ തിരിച്ചു വരട്ടെ പുള്ളി, അതല്ല ചെയ്യേണ്ടത്. അല്ലാതെ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞത് തെറ്റല്ലായി മാറുമോ? മാറില്ല ഒരിക്കലും. യെസ്, വ്യക്തമാണ് താങ്കളുടെ. അതാണ്. ഓക്കെ. ജയകുമാർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീ ജയകുമാർ, ഈ സാഹചര്യത്തിൽ ഒരു രാജി അനിവാര്യമായി വരികയാണോ? പ്രതിഷേധങ്ങൾ കൂടുതൽ കനക്കുമെന്നാണോ കരുതേണ്ടത്? ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം സാറേ, 2-ാം തീയതി സെക്രട്ടേറിയറ്റിലോ കടയില് മുഖേഷ് രാജിവെക്കുന്നതിന് വേണ്ടി പോവുകയാണ് ഞാൻ പ്രതിഷേധിക്കാൻ. പിന്നെ മുഖ്യമന്ത്രി സരിതയുടെ ഒരു ലെറ്റർ എഴുതി വാങ്ങിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ പീഡനത്തിന് കേസെടുത്തൊരു മുഖ്യമന്ത്രിയാണുള്ളത്. പിന്നെ ഉള്ളത്, നമ്മൾ ഇതൊന്നും കണ്ടതല്ല, ഈ പറയുന്നതൊന്നും നമ്മൾ കണ്ടതല്ല. നമ്മൾ നേരിട്ട് ജനങ്ങൾ നേരിട്ട് കണ്ട ഒരു സംഭവം ഉണ്ടായി. സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരു കൊല്ലത്തെ ഒരു നേതാവ് MLA ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഭർത്താവ് കാസർകൊച്ചിക്കിട്ട് അടിക്കുന്നത്, അത് നമ്മൾ നേരിട്ട് TV കാണിച്ചു, എല്ലാ ചാനലിലും കാണിച്ചു. സാറ് കണ്ടോന്ന് എനിക്കറിയില്ല. അത് നമ്മൾ നേരിട്ട് കണ്ടാണ്. പക്ഷെ അതിനൊരു ആശ്ചര്യമില്ല. ഇത് ഇത്രയും പറഞ്ഞെങ്കിലും എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം, ഇവർക്ക് ആർക്കെതിരെ കേസെടുക്കാൻ പാടില്ല. ഒരു പാർട്ടിയിൽപ്പെട്ട ആളുടെ മുകേഷിന്റെ പേരിൽ അവർക്ക് ആർക്കെതിരെ കേസെടുക്കാൻ പാടില്ല. ഇതിനകത്ത് 3/4 പേരും സാറ് ദേഷ്യപ്പെടും, എനിക്കറിയാം, 2-3 കേസ് കേട്ടതാണ്. ഇതിൽ 3/4 പേരും ഭയങ്കരമായിട്ട് ആനുകൂല്യങ്ങൾ പറ്റിയവരാണ്. ആനുകൂല്യങ്ങളും സിനിമ അവസരങ്ങളും ഒക്കെ നേടിയിട്ട് 10-15 കൊല്ലം കഴിഞ്ഞ് മീറ്റു എന്നും പറഞ്ഞ് ഈ പരിപാടി കൊണ്ടുവന്ന ഇത് ആദ്യമേ നിർത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 മാസം 2 മാസത്തിനകത്തൊക്കെ എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് കേസ് എടുക്കാമല്ലോ എന്നാണ് എന്റെ. പക്ഷെ നമ്മൾ നിയമം അല്ലേ നോക്കേണ്ടത്? നിയമം അങ്ങനെയല്ലല്ലോ. നിയമം മാറ്റണം സാറേ, അതാണ് ഞാൻ പറഞ്ഞത്. നിയമം അല്ല, പക്ഷേ മാറ്റണം. ഇതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇരകളാകുന്ന ആളുകൾ ഉണ്ടല്ലോ. ഇതിപ്പോ എനിക്കത് സത്യമേത് എന്നൊക്കെ അന്വേഷണത്തിലെ പുറത്തു വരുമല്ലോ. പക്ഷേ ഒരു സ്വാഭാവികമായും ഒരു പെൺകുട്ടി പെട്ടെന്ന് ആക്രമിക്കപ്പെട്ടാൽ അവർ നേരെ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങൾ അങ്ങനെയാണ്. പലപ്പോഴും അവർ അത് കുടുംബവുമായി ആലോചിച്ച് വേണോ വേണ്ടയോ എന്ന് ഒരു തീരുമാനത്തിലെത്താൻ അവർക്ക് ധൈര്യമില്ലാതെ അവർ മിണ്ടാതെ ഒക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ എത്രയോ കാര്യങ്ങൾ മിണ്ടാതിരുന്നിട്ടില്ലേ? പുരുഷന്മാരായ ആളുകൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ മിണ്ടാതിരുന്നിട്ടില്ല. പിന്നെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ പറയാറില്ലേ? അപ്പം അതുപോലെയൊക്കെ സംഭവിക്കാം. അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അത് കുറച്ച് കാണും സാറേ, റയറായിട്ടുണ്ടാവും. ഇതിൽ ഭൂരിഭാഗം എന്നാണ് ഞാൻ അല്ല, ഇവരെല്ലാം പക്ഷെ നേരത്തെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്കെതിരെ ഇത്തരം ഒരു പരാതികളും വരുന്നില്ലല്ലോ. അവർ സിനിമയിൽ എത്രയോ കാലമായി ഉണ്ടായിരുന്നല്ലോ. അവരെ പറ്റിയൊന്നും ഒരു പരാതിയും വരാത്ത എത്രയോ നല്ല മനുഷ്യരില്ലേ? അതെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഗണേഷ് കുമാറിനെ നമ്മൾ കണ്ടതാണല്ലോ, സാറും കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഗണേഷ് കുമാറിന്റെ ഫോട്ടോ കോടതിയിൽ സമർപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ പുറത്തു വന്നത്. പോട്ടെ സാറേ, ഞാൻ പറഞ്ഞ ഇത് ആനുകൂല്യം പറ്റിയവരാരും ഇത് ചെയ്യാൻ പാടില്ല. ആരായാലും ആണുങ്ങളും പെണ്ണുങ്ങളും ആണ് ഇതൊക്കെ സംഭവിച്ചു പോകും. പക്ഷെ അങ്ങനെ 1, 2, 3 മാസം ഇല്ലേ 5-6 മാസം ഒരു കൊല്ലം, ഇത് 10-15 കൊല്ലമായ കേസൊക്കെ പോയിക്കൊണ്ടിരുന്നത് എന്തൊരു കഷ്ടമാണെന്ന് എനിക്കറിയില്ല. ശരി, ഏതായാലും ഞാൻ വ്യക്തിപരമായിട്ട് ഇതിനെതിരാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പക്ഷേ ഇത് എല്ലായ്പ്പോഴും പീഡനത്തിനിരയായവർ അപ്പം തന്നെ അത് മറുപടി പറയണം എന്നില്ല. അത് പിന്നീട് അവർ ധൈര്യം സംഭരിച്ച് കൂടുതൽ അവർക്ക് മനോബലം ഉണ്ടാകുമ്പോൾ, സമൂഹം അവരെ ആ നിലയ്ക്ക് പരിഗണിക്കുമെന്ന ഉത്തമ വിശ്വാസം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരാണ് മാറ്റം വരുത്തുന്നത്. ഒരുപക്ഷെ അതിന് കൂടെ കള്ളനാണയങ്ങളും ഉണ്ടായേക്കാം എന്നതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അജയ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അജയ് കുമാർ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ, എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കളമശ്ശേരി. ശ്രീ അജയ് കുമാറിന് എന്ത് തോന്നുന്നു ഈ ഇതൊക്കെ കണ്ടിട്ട്? നാണക്കേട് തോന്നുന്നു. കാരണം ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഈ CPM-ന്റെ MLA ആയതുകൊണ്ട് രാജിവെക്കണം, അതിൽ ഒരു തർക്കമില്ല. പിന്നെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചോന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി അന്ന് രാജിവയ്പ്പിച്ചത് CPM ആണ്. ഒരു മുഖ്യമന്ത്രിയെ തന്നെ രാജിവയ്പ്പിച്ചത് CPM ആണ്. ഈ സദാചാരം പറഞ്ഞാൽ പോരാ. സദാചാരം പറയുന്നവർക്ക് ധാർമ്മിക മര്യാദയും ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ കോൺഗ്രസ്സുകാർ രാജിവെച്ചോ ലീഗുകാർ രാജിവെച്ചോ എന്ന് ചോദിക്കുന്നത് എന്തിനാ? CPM ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ മുകേഷിനെ പുറത്താക്കണം. ഈ മുകേഷിനെ പറ്റി ആദ്യത്തെ ആരോപണമല്ല. മുകേഷിനെ പറ്റി തുടരെ ആരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് തന്നെ കളയാണ്. ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ് അയാള്, അയാളുടെ ആഭാസനാണ്. വ്യക്തമാണ് താങ്കളുടെ. അയാൾക്ക് വേണ്ടി സംരക്ഷിക്കുകയാണെങ്കിൽ
അത് പിണറായി വിജയൻ മാഫിയപ്പെട്ട കുറെ ആളുകളെയാണ് പിണറായി വിജയൻ സംരക്ഷിക്കുന്നത്. ഈ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിപ്പിക്കാൻ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആളാണ്. അയാളുടെ ഇത് കാഫർ വിഭാഗത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി 4.5 കൊല്ലം ഫ്രീസറിൽ വെച്ച ഒരു സാധനം ഉൾപ്പെടുത്തിട്ട് പുറത്തിട്ടെങ്ങനെ, ഇല്ലെങ്കിൽ പാർട്ടിക്കാർ മുഴുവൻ അകത്താവും കാഫർ വിഭാഗത്തില്. യെസ്, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദാസൻ കണ്ണൂരിൽ നിന്ന് നമുക്ക് ഒപ്പം ചേരുകയാണ്. ശ്രീ ദാസൻ, ഇനിയിപ്പോൾ പാർട്ടി ഏറെക്കുറെ അവരുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. EP ജയരാജൻ കാര്യങ്ങൾ പറയുന്നു, കോൺഗ്രസ്സുകാർ രാജിവെച്ചിട്ടില്ല, അപ്പോൾ CPM-കാർക്കും രാജിവെക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പൊതുവെ വരുന്നത്. മുകേഷ് ആണെങ്കിൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടായി പറയുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന മുകേഷിൻ്റെ വാദം മുഖവിലക്കെടുത്താണോ CPM അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? ഇല്ല, ഇതൊരു പ്രത്യേക കളിയാണ്. ഈ AK ബാലനും EP ജയരാജനും പറയാൻ നോക്കണ്ട, അവർ ഇതിനപ്പുറം പേർന്ന് പറയില്ലല്ലോ. ഞാൻ പറയുന്നത് ഈ സാറ ജോസഫ്, മീര, നമ്മുടെ ആനി രാജ, PK ശ്രീമതി ഉൾപ്പെടെ പ്രകാശ് ബാബു വരെ ഇടതുപക്ഷത്തിന് ആൾക്കാർ വരെ മുഴുവൻ ആൾക്കാരും ആവശ്യപ്പെടുന്നത് പുള്ളി രാജിവെക്കുന്നെ വേണമെന്ന്. പക്ഷേ ഇയാൾ ചെയ്യുന്നത് ഇപ്പൊ CPM-നെ മൊത്തം കൂട്ടി പിടിച്ചിട്ടേ ഉള്ളൂ. വീഴുന്നുണ്ടെങ്കിൽ CPM അടക്കം പോകാൻ വേണ്ടി. ഇത് പൈസേന്റെ കളിയാണ്. മുകേഷിനൊക്കെ ഇഷ്ടമായ പണമുണ്ട്, ഇതിന് പിന്നിൽ ആരോ കളിക്കുന്നുണ്ട്. മുകേഷിന് പരമാവധി കുറെ പൈസ പാവത്തിന് പോവുകയും ചെയ്യും. പുള്ളി നാരിപ്പൂരത്തിൽ രാജി വെക്കേണ്ടി വരും. ഈ ഇടതുപക്ഷത്തിന് ഏറ്റവും അപമാനമല്ല. ഇയാളിങ്ങനെ താങ്ങേണ്ട ആവശ്യം എന്താ പാർട്ടിക്ക്? ഏറ്റവും പെട്ടെന്ന് നാളെ ഞാൻ പറയുന്നത്, നാളെ ഈ നമുക്ക് മിക്കവാറും രാജ്യം നടക്കും. എന്താ അധികം പിടിച്ചേക്കാൻ പറ്റില്ല. നാരിപ്പൂരത്തിൽ വീഴുന്നതിന് മുമ്പായിട്ട് രാജിവെക്കുന്നതിന് ഏറ്റവും നല്ലത്. ഇത് ഒറ്റ നാണക്കടല്ലേ ഇത്? എന്തിനായിരുന്നു താങ്ങുന്ന ആൾക്കാർ? ഇതിന് പിന്നിൽ ആരോ ഉണ്ട് പൈസ വാങ്ങിയിട്ടാണ്. ഇയാളെ പൈസയുടെ കളിയായത് മുകേഷിന്റെ, വേറൊന്നല്ല. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബിജു ഭാസ്കർ അല്ലേ? ബിജു എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആലപ്പുഴയിൽ എവിടെ നിന്നാണ്? ഹലോ, മല്ലപ്പുഴയോ? ആലപ്പുഴ. അതെ, ഞാൻ ചോദിച്ചത് ആലപ്പുഴയിൽ എവിടെ നിന്നാണെന്നാണ് ഞാൻ ചോദിച്ചത്. ആലപ്പുഴ പഴവീട് എന്ന് പറയും സാർ. പഴവീട്. ശ്രീ ബിജുവിന് എന്ത് തോന്നുന്നു ഈ പ്രശ്നങ്ങൾ? ആലപ്പുഴ പഴവീട് സാർ. കേട്ടു. ഞാൻ ചോദിക്കുന്നത് ഈ പഴവീട് ഈ TV-യിൽ ശ്രദ്ധിക്കുകയാണോ? നിങ്ങൾ ഫോണിലാണോ എന്നോട് സംസാരിക്കുന്നത്? TV-യിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ അധാർമികമായ ഒരു പെരുമാറ്റമല്ലേ സാർ ഇത്? അധാർമികമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. എന്താണ് അധാർമികത? അധാർമികത എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഏത് പെരുമാറ്റമാണ് അധാർമികമായെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. സാറേ, ഈ കേസിൽ നേരിടുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിയാണെന്ന് കരുതപ്പെടുന്നു. അപ്പോ ഈ സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം, രാജിവെച്ചതിന് ശേഷമല്ലേ സാർ ഈ നിയമങ്ങളെ നേരിടേണ്ടത്? അങ്ങനെയാണെന്നാണ് ധാർമ്മികമായൊരു നിലപാട്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് വെറും ചിലപ്പോൾ കേട്ടുകഴിവുള്ളൂ, അല്ലെങ്കിൽ പൊള്ളത്തരങ്ങൾ മാത്രമാണല്ലോ സാർ. ശരി, ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. വിക്രമൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിക്രമൻ അടൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഈ അടൂരിലൊക്കെ ആളുകൾ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ ശ്രീ വിക്രമൻ? അതിൽ പലരും പല രീതിയിലാണ് അഭിപ്രായമുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പൊതുജനമല്ലേ പല അഭിപ്രായങ്ങളും പറയും. ശരിക്കും പറയാനുള്ളത്, ഈ ആരോപണം വന്നപ്പോൾ അത് കോടതി തെളിയിക്കട്ടെ, അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. കോടതി തെളിയിച്ചിട്ട് രാജിവെച്ചാൽ മതി എന്നല്ലേ? അത് തന്നെ. അത് ഈ രാജി വെക്കണോ എന്ന് മുറ കൂട്ടുന്ന കോൺഗ്രസ്. എനിക്ക് തോന്നുന്നു ഈ ഫോണിൽ എന്തോ പ്രശ്നം സംഭവിച്ചു. അരവിന്ദൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കിപ്പം ചേരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് അല്ലേ? ഹലോ, ശ്രീ അരവിന്ദന് കേൾക്കാമോ? സാറേ, ഞാനേ കരുനാഗപ്പള്ളിയിൽ വിളിക്കാൻ അരവിന്ദൻ എന്നാ പേര്. നിങ്ങളുടെ നാട്ടുകാരനാണ് M മുകേഷ്. ശ്രീ മുകേഷിനെ കുറിച്ച് അരവിന്ദൻ എന്ത് വെറും വൃത്തികെട്ടവനാ, നമുക്കറിയാവുന്ന. ഹലോ, വൃത്തികെട്ടവനാണോ? വൃത്തികെട്ടവനാണെന്നാണോ അങ്ങനെ നമ്മൾ പറയാമോ ഒരാളെ? അങ്ങനെയൊന്നും പറയുന്നതല്ല. അയാളെ നേരത്തെ വിഷയങ്ങൾ ഉണ്ടായ ആളല്ലയോ? നമ്മൾ നിരന്തരം വിഷയങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ആളല്ലയോ? ശരി, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് പറയാം, ഞാൻ പാർട്ടിക്കാരനാ, അതുകൊണ്ട് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ പാർട്ടിക്കാരപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇതുപോലുള്ള MLA ആളുകളെ സ്ഥാനാർത്ഥിയാക്കുമ്പോ നിങ്ങളൊന്നും പറഞ്ഞില്ലേ പാർട്ടിയോട്? അയ്യോ, നമുക്ക് യോജിപ്പുള്ള ആളല്ല ഇയാള്. യോജിപ്പുള്ള ആളല്ല? അല്ലല്ല, നമുക്ക് യോജിപ്പുള്ള ആളല്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുമ്പോഴൊക്കെ എന്താണ് പാർട്ടിക്കാരൊക്കെ പൊതുവെ പറയുന്നത്? നമ്മൾ പാർട്ടിയല്ലേ, പാർട്ടി പറയുന്നത് നമ്മൾ കേൾക്കും, അത്രേ ഉള്ളൂ. പാർട്ടിയാണല്ലോ. ഇപ്പൊ സംസ്ഥാന നേതൃത്വം തന്നെ പറയുന്നുണ്ടല്ലോ, പാർട്ടി പറയട്ടെ, നേതൃത്വം പറയട്ടെ, ഞങ്ങള് അന്നേരം പ്രതികരിക്കാണ്. ഞാൻ പറയുന്ന ഒരു കേസല്ലോ സാറേ ഇതേ. ഹലോ, ഈ ഇപ്പൊ ഞാൻ ഇതിനകത്തൊരു ഇതേപോലൊരു കേസിനകത്ത് വന്നാൽ എനിക്കൊരു 4 ദിവസം കോടതി തരുമോ? നമ്മളാണെങ്കിൽ വേഗം പിടിച്ച് അകത്തോട്ട് തോന്നുന്നല്ലേ? ഇപ്പൊ കണ്ടിട്ട് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയാണ്.
പിന്നെ അതുപോലെ തന്നെ ഹലോ കേൾക്കുന്നു. അതുപോലെ തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4.5 കൊല്ലം പോഴ്ത്തി വെച്ചിരുന്നതാണ്. ഇപ്പൊ ഈ റിപ്പോർട്ട് വന്നതിനകത്ത് വളരെ ആശ്വാസം, സന്തോഷം എന്നെ സംബന്ധിച്ചുണ്ട്. എന്ന് വെച്ചാൽ സിനിമാ ലോകത്ത് നടക്കുന്ന അഴിമതികളും അക്രമങ്ങളും തുറന്നു കാണിക്കാതെ കമ്മീഷൻ ഈ 4 കൊല്ലം കൊണ്ട് വന്നു. പക്ഷെ അത് പിണറായി വിജയൻ ആർജവത്വം കാണിക്കണം. ആർജവത്വം കാണിച്ചിത് നടപടി വേണം എന്നാണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ അരവിന്ദൻ അവിടുന്ന് വിളിക്കുക അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതിന്. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുകയാണ്. ഷോർട്ട് ബ്രേക്ക്, പെട്ടെന്ന് മടങ്ങിയെത്തും. ഞാൻ പൊതുവേദി തുടരുകയാണ്. രാജൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ, പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ വിളിക്കുമ്പോ ഒന്നും കേൾക്കത്തില്ല സാറേ. എനിക്ക് എന്നോട് വിരോധമാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ വിചാരിച്ചത് താങ്കൾ ഈ CPM പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൊണ്ട് മനഃപൂർവ്വം മാറി നിന്നാണോ എന്ന് ഞാൻ സംശയിച്ചു. ഏതായാലും അങ്ങനെയല്ല എന്ന് വ്യക്തം. അങ്ങനെ CPM വോട്ട് ചെയ്യുവോ BJPക്ക് കീജെ വിളിക്കുകയോ ഇന്നുവരെ ഒരു പാർട്ടിക്ക് കീജെ വിളിക്കാൻ പോയിട്ടില്ല. പക്ഷേ ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു രസമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എതിര് പറയുന്നത്. പിന്നെ മുഖേജ് രാജിവെക്കണമെന്നുള്ളതിന് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം സാർ. നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി 2 വർഷം ഒരു പെൺകുട്ടിയെ കൊണ്ടു നടന്ന് പീഡിപ്പിച്ചു. അവസാനം തിരുവനന്തപുരത്ത് കൊണ്ട് അതിനെ കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പം ചാർജ് ഷീറ്റ് കൊടുത്തു. പുള്ളി രാജിവെച്ച് കണ്ടോ, മാതൃകയായിട്ട് മാറി നിന്നു. ഇപ്പൊ MLA സ്ഥാനം രാജിവെച്ചു പുള്ളി. അതുപോലെ തന്നെ നമ്മുടെ M. വിൻസെന്റ് ഒരു വീട്ടമ്മയെ അവർ തന്നെയുള്ളപ്പോ ചെന്നിട്ട് പീഡിപ്പിച്ചു. അത് ശരിയാണെന്ന് കണ്ടിട്ട് 3 മാസം ജയിലിലിട്ടു. ശരിയാന്നല്ല, ജാമ്യം കിട്ടാതെ മുൻകൂർ തടവ്. എന്നിട്ട് അല്ല 3 മാസം ജയിലിലിട്ടു. എന്നിട്ട് ജാമ്യം കിട്ടാതെ പുള്ളി രാജിവെച്ചപ്പം വീട്ടിലിരിക്കുക. എന്തൊരു മാതൃകയാന്തരിക കോൺഗ്രസ്സുകാർ കാണിക്കുന്നത്. അതുപോലെ തന്നെ BJPക്കും ഇതിനുള്ള അർഹതയുണ്ട് അവർക്ക് സമരം ചെയ്യാൻ. കാരണം ബ്രിജ്ഭൂഷൺ എന്ന് പറഞ്ഞ് നമ്മുടെ കായിക മന്ത്രി 6 പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചത്. എന്നിട്ട് പെൺകുട്ടികളെല്ലാം കരഞ്ഞിട്ട് ഉള്ള പിന്നെ അവാർഡെല്ലാം കൊണ്ടുവന്ന് ഗംഗാനദിയിൽ ഒഴുക്കി. ബ്രിജ്ഭൂഷൺ മാറി നിന്നു. മന്ത്രിസഭയിൽ നിന്ന് ബ്രിജ്ഭൂഷന്റെ മോന് ടിക്കറ്റ് കൊടുത്തു. മോനും പരാജയപ്പെട്ടു. അവരെല്ലാം നല്ല മാതൃക കാണിച്ചു. അപ്പൊ അതനുസരിച്ച് ഇവര് 3 പേരും. പിന്നെ നമ്മുടെ രാജ്ഭവൻ ഉണ്ണിത്താൻ നമ്മുടെ കർണാടക മോൻ വിളിച്ചു പറഞ്ഞു പോലീസിനോട് ഒരു ഹോട്ടലിൽ റെയ്ഡ് ചെയ്യാൻ. ഹോട്ടലൊന്നുമല്ലെന്നേ, അദ്ദേഹം ഒരു വീട്ടിൽ താമസിച്ചു. അവിടെ നാട്ടുകാർ CPMകാർ വളഞ്ഞ് ഹോട്ടലിൽ നിന്നൊന്നും അല്ല. ഞങ്ങളൊക്കെ പത്രരംഗത്ത് ജോലി ചെയ്യുന്നില്ല. അതേ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അപ്പൊ അതിലൊന്നും ആ സ്ത്രീക്ക് പരാതിയില്ല. മാത്രവുമല്ല, ഇതില് ഈ എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റിന്റെ കാര്യത്തിലും പരാതിയുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അല്ല, ഞാൻ 2 പെണ്ണുങ്ങളാണ് പിടിച്ചത്. പുള്ളിയും രാജിവെച്ച് കണ്ടോ എത്ര നല്ല ഇതാ കാണിച്ച്. അപ്പൊ അതനുസരിച്ച് അവരെല്ലാം രാജിവെച്ചതിന് ശേഷം അല്ല, അത് ശ്രീ രാജൻ, അതിലൊരു ചെറിയ തെറ്റ് നമ്മൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ പറ്റി പറഞ്ഞെടുത്തൊരു തെറ്റുണ്ട്. മറ്റതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി ഉണ്ടായിരുന്നു, വിൻസെന്റിനെതിരെ പരാതി ഉണ്ട്. അതായത് ജാമ്യം കിട്ടാൻ വൈകി. ബ്രിജ്ഭൂഷണെതിരെ ഒക്കെ പരാതിയുണ്ട്. പക്ഷെ ഞാൻ ഒറ്റ ചോദ്യം ശ്രീ രാജനോട് ചോദിക്കട്ടെ, ഇവരെല്ലാം ഒരേപോലത്തെ കക്ഷികളാണോ? ഈ പാർട്ടികളിൽ ഒരു വ്യത്യാസവും ഇല്ലേ? എല്ലാം ഒരേപോലെയാണോ? അല്ല, ഉണ്ട്. മുഖേജ് രാജിവെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവരെ ഈ സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരൊക്കെ നല്ല കാണിച്ചതിന് ശേഷം പുള്ളി രാജിവെക്കണം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയല്ല, സിനിമാ ഫീൽഡിൽ ഇനി ഒരുപാട് പേരുണ്ട്. അവരാരും പുറത്തു വന്നിട്ടില്ല. കവിയൂർ പൊന്നമ്മ വരെ പീഡിപ്പിച്ച ആളുകളുണ്ട് അതിനകത്ത്. പക്ഷെ അങ്ങനെ കവിയൂർ പൊന്നമ്മയ്ക്ക് പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് പരാതിയില്ല, അത് വേറെ കാര്യം. നമ്മൾ ആവശ്യം ശരി. ഏതായാലും അവരെ നമ്മൾ ഇല്ലാത്ത ഒരു പരാതി പറയാം. ശരി, ഞാനല്ല പറഞ്ഞത്, നമ്മുടെ പിന്നെ തിരുവനന്തപുരത്തെ ഇതിനകത്തെ മെമ്പർ WCCയിലെ മെമ്പറാ പറഞ്ഞത്. ശരി, ഒരു പത്തനാപുരത്ത് നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിജോ അല്ലേ? റിജോ. ശ്രീ റിജോ സിനിമാ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എന്ത് മേഖലയാണ് ജോലി ചെയ്യുന്നത്? ഞാനും മാധ്യമ പ്രവർത്തന രംഗത്താണുള്ളത്. അതെ. ശ്രീ റിജോ, എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? ഈ MLA-മാർക്കെതിരെ ഇങ്ങനെ ശക്തമായ പ്രതിഷേധം വരുന്നു, ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്. മുകേഷ് തീർച്ചയായിട്ടും രാജിവെക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പൊതുവെ എല്ലാവരുടെയും ഒരു വികാരം അതിനാണ്. കാരണം കോൺഗ്രസിലെ മുൻ 2 MLA-മാർ, നിലവിലുള്ള MLA-മാർക്കെതിരെ ആരോപണം വന്നെങ്കിലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPM പോലുള്ള ഒരു പാർട്ടി സമൂഹത്തോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ്.
അപ്പൊ കോൺഗ്രസിന്റെ നയം തന്നെയാണോ CPM പിന്തുടരുന്നത് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കാൻ എനിക്ക് സമയം കുറഞ്ഞു പോയത് കൊണ്ടുമാണ്. ഡേവിഡ് വിജയ് പള്ളുരുത്തിയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ ഇപ്പൊ കേരളത്തിലാണോ അതോ? പള്ളുരുത്തിയിലുണ്ട്. ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അത് ശരി. ഇത് കണ്ടിട്ടൊക്കെ എന്ത് തോന്നുന്നു? അതെ, കൊല്ലത്തെ ഇപ്പൊ നേരത്തെ ഒരു ചങ്ങായി വയലാർന്ന് വിളിച്ച് പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കിന്ന്. അതുപോലെ കാളിദാസ കലാകേന്ദ്രം മാധവനും ഇവരൊക്കെ വെച്ച് നോക്കുമ്പം ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് വന്ന് ഇദ്ദേഹം കാണിക്കുന്ന ഒരു നല്ല ഇമേജുള്ള ആളല്ല. അപ്പൊ ഈ പാർട്ടി എടുക്കുമ്പോ അതിന്റെ റിസ്ക് അവർ കണ്ടിരിക്കണം. ഇപ്പൊ പാർട്ടിക്ക് പറ്റുന്ന അതാണല്ലോ. അവിടെ ഗുരുദാസൻ സഖാവിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് എടുത്തത്. അല്ലാതെ ആ അസംബ്ലിയിലേക്ക് അവിടെ നിന്ന് ജയിക്കാൻ തക്കവണ്ണം വലിയൊരു അവിടെ വേറെ എത്ര നല്ല വ്യക്തികളുണ്ട് പാർട്ടിയുടെ സിൻസിയറായിട്ട് നിൽക്കുന്നവരൊക്കെ. അതുകൊണ്ട് ഇതിലൊന്നും പറയാനില്ല. ഇതിപ്പം പൊതുജനങ്ങളാണ് വിഷമിക്കാൻ പോകുന്നത്. കാരണം ഞാൻ പണ്ട് സർവീസിലിരിക്കുമ്പം കുഞ്ഞാലിക്കുട്ടി റിസൈൻ ചെയ്യണമെന്നും പറഞ്ഞ് അന്ന് അന്ന് ഞാൻ ആ സെക്രട്ടേറിയറ്റിന് മുമ്പ് ഓടിയ ഓട്ടം അവിടെ ഭയങ്കര ഇതിപ്പോ അപ്പൊ ഇങ്ങോട്ട് നടക്കാൻ തന്നെ പറ്റുന്നില്ല. അതുപോലെ ഇത് വലിയ കലാപമായിട്ട് തീരും. പിന്നെ അവൻ രാജിവെച്ചില്ല, ഇവൻ രാജിവെച്ചില്ല, മറ്റേ പാർട്ടിക്കാരൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിനല്ലല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വ്യക്തമാണ് ശ്രീ ഡേവിഡ്. മറ്റൊരു ആള് നിൽക്കുകയും സമയം കുറവായത് കൊണ്ടുമാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീമതി ജയ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ജയ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് കുറെ ദിവസമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? അതെ അതെ മനു, നമസ്കാരം മനു. എന്ത് പറ്റി, ഞങ്ങളെ മറന്നുപോയോ? ഇല്ല ഇല്ല, ഞാന് എനിക്ക് വിഷയം താല്പര്യമില്ലാത്ത വിഷയമാകുമ്പോ ഞാൻ വിളിക്കാറില്ല. ഇത് ഇപ്പൊ ഞങ്ങളുടെ MLA അല്ലേ, വെറും വേസ്റ്റ് MLA. നിങ്ങൾ തെരഞ്ഞെടുത്തല്ലേ? നിങ്ങളെല്ലാവരും കൂടി തെരഞ്ഞെടുത്തല്ലേ? അല്ല, ഞങ്ങളിവിടെ ഇല്ലായിരുന്നു, ഞങ്ങള് പുറത്തായിരുന്നു, ഔട്ട്സൈഡ് ഇന്ത്യ ആയിരുന്നു. പക്ഷേ ഇത് തെരഞ്ഞെടുത്തവരെ ഇപ്പൊ കണ്ട നല്ല അടി കൊടുക്കണം. ഇത്ര ഒരു വേസ്റ്റ്. അത് തന്നെയല്ല, ഇയാള് സ്ത്രീ വിഷയത്തിൽ വളരെ മോശമാണ് സാർ. മനുവിന് അറിയാത്ത കാര്യങ്ങൾ ഈ കൊല്ലത്ത് പരിസരത്ത് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി എന്താ ഒരക്ഷരം മിണ്ടാത്ത? അയാൾക്കറിയാം അയാൾ മിണ്ടിയ അയാളും കൂടെ വഷളാവും. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്. നമ്മളും മിണ്ടാത്തത് തന്നെ നല്ലത്. അയാൾക്ക് വേണ്ടി ഒരു അക്ഷരം ആരും പറയത്തില്ല. രാജിവെക്കണം. 2 MLA മുമ്പേ സ്ത്രീപീഡനം നടത്തി. അതിനല്ലല്ലോ ഇവരെ എലക്ട് ചെയ്ത് കയറ്റിയത്. എല്ലാം ശരിയാവൂന്ന് പറഞ്ഞല്ലേ കേറിയത്. ഇങ്ങനെയാണോ ശരിയാക്കുന്നത്? അതിന് പുള്ളിയോട് പറ രാജിവെച്ചു. വേറെ അല്ല, കാളിദാസ കലാകേന്ദ്രമൊക്കെ ഉണ്ടല്ലോ അച്ഛന്, അതെല്ലാം പോയി നടത്താൻ പറ. അല്ലാതെ MLA ആയിട്ട് തുടരാൻ അയാൾക്ക് ഒരു യോഗ്യതയില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു അഭിപ്രായത്തിനായി വെച്ചിരുന്നു. മുകേഷ് MLA രാജിവെക്കണോ എന്നായിരുന്നു ചോദ്യം. 88% ആളുകൾ രാജിവെക്കണം എന്ന് പറയുന്നു. അതേസമയം 12% ആളുകൾ ഈ കോടതി വിധിയുണ്ടായി കുറ്റക്കാരനെന്ന് തെളിഞ്ഞതിന് ശേഷം നടപടി മതി എന്ന് കരുതുന്നവരാണ്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. നന്ദി. ഒരു നേപ്പാൾ